ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഫ്രീയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്ററിനെ കുറിച്ചാണ്. അത് വളരെ ഒരു സിമ്പിൾ വീഡിയോ എഡിറ്ററാണ്, ഒരു ബേസിക് വീഡിയോ എഡിറ്ററാണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സ്, തുടക്കക്കാർക്ക് വളരെ എളുപ്പമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്ററാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കൺട്രോൾസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ എഡിറ്ററാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ്ങും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാനിപ്പം വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ ഇതിപ്പം യൂസ് ചെയ്യുന്നത് വിൻഡോസ് 10 ആണ്. നിങ്ങൾ സ്റ്റാർട്ടിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിങ്ങൾ ക്ലിപ്പ് ചാമ്പ് CLIPCHAMP ക്ലിപ്പ് ചാമ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ചാമ്പ് എന്ന് പറഞ്ഞ ആപ്പ് വരും, അതിനകത്ത് കാണാൻ പറ്റും. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു ഫ്രീ ആപ്പാണ്. അതിൽ ഗെറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം സോഫ്റ്റ്വെയർ. ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് ക്ലിപ്പ് ചാമ്പ് സോഫ്റ്റ്വെയർ. ലോഞ്ച് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ചാമ്പ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വന്നു. പക്ഷേ അത് നിങ്ങൾക്കത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ID വെച്ച് സൈൻ ചെയ്യണം. അപ്പോൾ either നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ അക്കൗണ്ട് ഔട്ട്ലുക്കിലോ മൈക്രോസോഫ്റ്റിലോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം മൈക്രോസോഫ്റ്റിൽ ഔട്ട്ലുക്കിൽ. ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുകയാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏതാണോ അക്കൗണ്ട് ഉള്ളത് അത് യൂസ് ചെയ്യുക. either അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എല്ലായിടത്തും എല്ലാ ഇതിൽ യൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം മൈക്രോസോഫ്റ്റ് ആപ്സ് ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അതിന് സൈഡിലായിട്ട് കഴിയുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ടാവും. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച്. ഇപ്പം നമ്മുടെ പുതിയ ഇൻ്റർഫേസിലേക്ക് വന്നു. ക്ലിപ്പ് ചാമ്പ് എന്ന് കാണാം ലെഫ്റ്റ് സൈഡിൽ. അതിന് താഴെ ഹോമുണ്ട്, ഓപ്ഷൻസ് പല ഇതുണ്ട്, ബ്രാൻഡ് കിറ്റ്, ടെംപ്ലേറ്റ്സ്, സെറ്റിങ്സ്, പിന്നെ ആഡ് ഫോൾഡർ. റൈറ്റ് സൈഡിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID-യുടെ ഇത് കാണാം. നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചാണോ അത് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. അതിൽ തന്നെ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ബെൽ ഐക്കണിൽ വരും. പിന്നെ അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് 4K വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് ലിമിറ്റഡ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിനാണ് അപ്ഗ്രേഡ് ബട്ടൺ. ക്രിയേറ്റ് ന്യൂ വീഡിയോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ അവർ ക്രിയേറ്റ് വീഡിയോ വിത്ത് AI. നിങ്ങൾക്കിത് AI യൂസ് ചെയ്തും നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടെന്നല്ല, നിങ്ങൾ പ്രോപ്പർ കീവേഡ്സൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണമെന്നില്ല.
ഇപ്പോഴും അതൊരു റിഫൈൻമെൻറ്റ് സ്റ്റേജിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എപ്പോഴും ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ മാനുവലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മാനുവലി എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. AI വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫെയർലി നല്ലൊരു ഓപ്ഷനാണത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളും കൂടെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട് അതിൽ ഫീച്ചേഴ്സ്. അത് കാരണം അതൊരു ഇതുവരെ അത്ര പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഞാൻ 1-2 വീഡിയോസിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര സ്യൂട്ടബിളായിട്ട് വന്നില്ല. അതുകൊണ്ട് മാനുവൽ ചെയ്യുന്നതാണ്. പിന്നെ അതിന് താഴോട്ട് വരികയാണെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ട്രിം വീഡിയോ, റെക്കോർഡ്, ചില നിങ്ങൾക്ക് ചില ക്ലാസ്സസ് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനായിട്ടുള്ള ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണും. ടെംപ്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ടെക്സ്റ്റ് ടു സ്പീച്ച് ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രൊമോഷണൽ പർപ്പസിന് അവർ തന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്തിട്ടുള്ള ചില വീഡിയോസിൻ്റെ സാമ്പിൾസ് ഇതിനകത്തുണ്ട്. അപ്പം നമുക്കിപ്പം ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ള ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആ പ്ലസ് ബട്ടൺ ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആ ഇൻ്റർഫേസിലേക്ക് പോകും. ഇതാണ് നിങ്ങളുടെ എഡിറ്റിംഗ് ഇൻ്റർഫേസ് ജനറലായിട്ട് വരുന്ന പ്രോഗ്രാമിൻ്റെ. ഇതിൽ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഏതാണ് ഫയൽസ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ഇമ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് നിങ്ങളുടെ വീഡിയോ, ഓഡിയോ, ഫോട്ടോസ് എല്ലാം വരുന്നത്. പിന്നെ ഇതിൽ റെക്കോർഡ് ആൻഡ് ക്രിയേറ്റ് നിങ്ങൾക്ക് സ്ക്രീൻ ക്യാമറ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ക്യാമറ ത്രൂ റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സുണ്ട്. പിന്നെ കണ്ടൻറ് ലൈബ്രറി, ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് അവർ ഫ്രീ ആയിട്ട് കുറച്ച് മ്യൂസിക്, ഓഡിയോ, വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ചില ആഡിങ് ചില ടെംപ്ലേറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ചിലത് പെയ്ഡ് വെർഷനാണ്, ചിലത് ഫ്രീ ആണ്. അപ്പം അതിൻ്റെ സൈഡിൽ ഒരു യെല്ലോ കളറിലൊരു ഡയമണ്ട് കാണാം. അങ്ങനെയുള്ളതൊക്കെ അപ്ഗ്രേഡ് ടു യൂസ് ദിസ് കണ്ടൻറ് എന്ന് വരും. അത് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണത്. അപ്പോൾ അതിന് പേയ്മെൻറ്റ് ചെയ്താലേ അത് യൂസ് ചെയ്യാൻ പറ്റൂ. അതില്ലാതെ തന്നെയും നമുക്കൊരു എൻ്റെ ഇതിലൊരു 70-75% നല്ല ഓഡിയോയും അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ഒരു പേയ്മെൻറ്റ് ഫങ്ഷനിലേക്ക് പോകേണ്ട ആവശ്യം ഈ സോഫ്റ്റ്വെയറിനില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ബേസിക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ പ്രീമിയർ പ്രോ, ഡാവിൻസി റിസോൾവ് അങ്ങനെയൊക്കെ ഉള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു ബിഗിനറായിട്ട് നിങ്ങൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പഠിക്കാനായിട്ട്, പിന്നെ എളുപ്പം ചെറിയ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പെട്ടെന്നൊരു ഫിക്സ് കൊണ്ടുവരാനൊക്കെ ക്വിക്ക് ഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കുറേ ഫ്രീ ആയിട്ട് കുറേ നിങ്ങൾക്ക് സോങ്സും ബാക്ക്ഗ്രൗണ്ട് BGMs അത് സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഫ്രീ ആണ്, ഇത് റോയൽറ്റി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതിന് താഴെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിലും ഇതേപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിളായിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യണം, ഹെഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലൊക്കെ അതിൽ കാണും. ഇതിപ്പോൾ ടെംപ്ലേറ്റ്സ് ഇതാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഡിഫോൾട്ടായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ ടെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടെക്സ്റ്റിനുള്ള ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഇത് ടെക്സ്റ്റ് എന്തെങ്കിലും പല ടൈപ്പിലുള്ള യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ആനിമേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, 2 ലൈൻ ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്. ഇത് വീഡിയോയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഓപ്ഷൻ വരുന്നതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ ലെറ്റേഴ്സ്, വേർഡിങ്സൊക്കെ അതിൽ എഡിറ്റ് ചെയ്യുമ്പം അത് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കാണിക്കും. അതിൻ്റെ ഈ ഓരോ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റിൻ്റെയും സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു പ്ലസ് സൈൻ അവിടെ തെളിഞ്ഞു വരും. നിങ്ങളെ കർസർ വെറുതെ അവിടെ കൊണ്ട് വെച്ചാൽ മതി. റൈറ്റ് ഹാൻഡ് കോർണറിൽ വെക്കുമ്പോൾ നിങ്ങൾ ഏതാണോ അതിന് സെലക്ട് ചെയ്യേണ്ടത്
അപ്പോൾ ആഡ് ടു ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ അത് ടൈം ലൈനിലേക്ക് ആഡ് ആവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ട്രാൻസിഷനാണ്. ട്രാൻസിഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ 2 ക്ലിപ്പുകൾ തമ്മിൽ ഇടയ്ക്കൊരു ഒരു ഗ്യാപ്പ് വരുമ്പോൾ അവിടെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം സ്മൂത്തായിട്ട് എൻഡ് ചെയ്ത് അടുത്തത് സ്മൂത്തായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ പിക്സലേറ്റഡ് ആയിട്ട് എൻഡ് ചെയ്യുക, അടുത്ത് തുടങ്ങുമ്പോൾ ആ പിക്സലേറ്റഡ് കണ്ടിന്യൂ ആയിട്ട് വരിക. അപ്പോൾ ട്രാൻസിഷൻ ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്തതിലേക്കുള്ള ഒരു ചേഞ്ച് സഡനായിട്ടൊരു ചേഞ്ച് അല്ല, എന്തെങ്കിലും ഒരു എഫക്റ്റിലൂടെ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ടൈപ്പുണ്ട്, പല ടൈപ്പുണ്ട്. വൈപ്സ് ഉണ്ട്, ഫെയ്ഡ് ത്രൂ ഉണ്ട്. നിങ്ങൾ അതിനകത്ത് ഓരോണ്ണത്തിൽ കൊണ്ടുവന്നിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുക, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ള ആനിമേഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിപ്പോൾ കർസർ കൊണ്ടുവച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം അതിപ്പോൾ എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളൊരു മൈനർ ആനിമേഷൻ, മിനി ആനിമേഷൻ അതിൽ തന്നെ കാണിക്കും. അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്. ഇത് 2 ക്ലിപ്പുകളുടെ മിഡിൽ പോർഷനിലേക്ക് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിടുക. അപ്പം നിങ്ങൾ ആ ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലേക്ക് ട്രാൻസിഷൻ ചെയ്ത് പോകുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് വരും, ആ എഫക്റ്റ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് പല ടൈപ്പുണ്ട്, ഒരുപാട് അവർ തന്നിട്ടുണ്ട്. ഇതിൽ നല്ല ബെസ്റ്റായിട്ടുള്ള ട്രാൻസിഷനാണ് ഞാൻ നോക്കിയത്. എല്ലാം ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല ട്രാൻസിഷനാണ്, ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മൾ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ടും ബെറ്റർ എഫക്ട്സും ഉണ്ട്. പക്ഷേ അത് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നമ്മൾ ട്രിക്കിയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ടൈം ലൈനിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് കീ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്ത് വേണം അത് ചെയ്യാൻ. ഇതിലങ്ങനെയില്ല. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ് ഇവർ ചെയ്തിരിക്കുന്നത്, മൈക്രോസോഫ്റ്റ് തന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അനിമേഷൻ നോക്കുക, എന്നിട്ട് എടുക്കുക, 2 ക്ലിപ്സിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, ലെങ്ത് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയുള്ള സംഭവമെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫയൽ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിസൈർഡ് എഫക്റ്റ് അതിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സാമ്പിൾ ഞാനിപ്പോൾ വീഡിയോ വരുമ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന്. പിന്നെ ഇത് ബ്രാൻഡ് കിറ്റാണ്. ബ്രാൻഡ് കിറ്റ് നിങ്ങൾക്ക് പ്രീമിയം ഇതിലുള്ളതാണ്. അതിൽ നിങ്ങളെന്തെങ്കിലും ഈ ബ്രാൻഡ് സാധനങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിന് യൂസ് ചെയ്യുന്നതാണ്. അത് മിക്കവാറും എല്ലാം പെയ്ഡാണ്. നിങ്ങൾ മറ്റേ പേയ്മെൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രീമിയം ഓപ്ഷനിൽ ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു സംഭവമാണത്. ഇതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിനകത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പം പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പം ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇതിനകത്ത് എഫക്ട്സും ട്രാൻസിഷൻസ് എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു ബെറ്റർ ഇതാക്കി എടുക്കാൻ പറ്റും. ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ക്ലിപ്പ് ചാമ്പ്. ഇത് വീഡിയോ എഡിറ്ററായിരുന്നു ആദ്യം, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ചേഞ്ച് ചെയ്തിട്ട് ഇത് ആക്കിയതാണ് ക്ലിപ്പ് ചാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ യൂസ്ഫുൾ പ്രോഗ്രാമാണ്, ഫ്രീ ആണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം ഒരു എഡിറ്റിംഗ് ബേസിക്സ് പഠിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നുണ്ട്. ലോഗിൻ ഒന്നും ചോദിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാനിതിൽ ലോഗിൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻ്റർഫേസിലേക്ക് പോയി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ലോഗിൻ്റെ പേജ് വരും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പിന്നെ പാസ്വേഡും കൊടുത്താൽ മാത്രമേ ലോഗിൻ ആവുള്ളൂ. ക്രിയേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക പ്ലസ് സൈനിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഇമ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞ് യുവർ മീഡിയ ക്ലിക്ക് ചെയ്യുന്ന ബട്ടണുണ്ട്. പിന്നെ നിങ്ങളുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് കാണിക്കുന്ന ഒരു ഏരിയ ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മീഡിയ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ് ലെഫ്റ്റിൽ കാണാൻ പറ്റും ഒരു ചെറിയ. അവിടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇമ്പോർട്ട് മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പണായി അതിൽ കൂടെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട്
ലോഡ് ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ സ്ക്രീനാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രിവ്യൂ സ്ക്രീൻ. ഇവിടെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്താണോ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് അതെല്ലാം ആ പ്രിവ്യൂ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയി ഡെസ്ക്ടോപ്പിൽ നിന്നൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാണ്. 4 വീഡിയോസ് ഉണ്ട്, 4 ക്ലിപ്സ് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രിവ്യൂ വിൻഡോ യുവർ മീഡിയയ്ക്കകത്ത് അത് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പം ജസ്റ്റ് അത് ഇമ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പ്രോഗ്രാമിലോട്ട്. ഇത് നിങ്ങളുടെ ടൈം ലൈനിലേക്ക് വന്നിട്ടില്ല. അപ്പം ഇതിപ്പം എല്ലാം നിങ്ങളൊരു ബേസിക്കലി ഒരു സ്റ്റോറേജ് സ്പേസിലുണ്ട് എന്നുള്ളൊരിതാണ് യുവർ മീഡിയ. ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മീഡിയ ഹിയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പ്രിവ്യൂ വിൻഡോയുടെ താഴെ. അവിടെയാണ് നിങ്ങൾ ഈ ക്ലിപ്സ് എല്ലാം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ ക്ലിപ്പ് വേണ്ടത് അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അതിലൊരു പ്ലസ് സൈൻ വരും. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പർട്ടിക്കുലർ ക്ലിപ്പ് ആഡ് ആവും. വെറുതെ നിങ്ങൾ ആ കർസർ അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രീനിഷ് പ്ലസ് സൈൻ കാണാം റൈറ്റ് ഹാൻഡ് കോർണർ. ഓരോ ക്ലിപ്പിലും ഇൻഡിവിജ്വലായിട്ട് കാണാം. ഓരോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുകയോ ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിലൊരു ഓൾ ഓപ്ഷൻ്റെ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് സെലക്ട് ആവും. സെലക്ട് ഓൾ. എന്നിട്ട് അത് ജസ്റ്റ് സിംപ്ലി ഇമ്പോർട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ വരും, ടൈം ലൈനിലെല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ ഞാൻ ഓരോ ക്ലിപ്പായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപ്പോൾ സെലക്റ്റായി വന്നു ടൈം ലൈനിൽ. ഇപ്പോൾ 4 ക്ലിപ്പും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, 4 ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആകും. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ടൊരു പ്ലസ് സൈൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡിഫോൾട്ടായിട്ട് അതിൽ ടൈം ലൈനിൽ ഒറ്റയടിക്ക് വരും. അല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് സെലക്ട് ചെയ്തത് 4 ക്ലിപ്പ്. അപ്പം 4 ക്ലിപ്പ് ആഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ ടൈം ലൈനിൽ. പിന്നെ അതുപോലെ പ്ലേ ഹെഡ് ഉണ്ട്. പ്ലേ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻഡിൽ നിങ്ങളൊരു ബ്ലാക്ക് കളറിൽ ഒരു ലെങ്ത് ഒരു കുറച്ച് കട്ടിയായിട്ടൊരു നീളത്തിനൊരു വടി പോലെ ഒരു ഇത് കാണാം. അതാണ് പ്ലേ ഹെഡ്. അതെവിടെയാണോ ഇരിക്കുന്നത് ആ പർട്ടിക്കുലർ ഫ്രെയിമിലുള്ള വിഷ്വലായിരിക്കും നിങ്ങൾക്ക് പ്രിവ്യൂ ഇതിൽ കാണാൻ പറ്റും. കാരണം ഈ വീഡിയോസ് എന്ന് വെച്ചാൽ പല പല ഫ്രെയിംസ് ഇങ്ങനെ ചേർന്നിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പം പർട്ടിക്കുലർ ഒരു പോയിന്റിലുള്ള ഫ്രെയിമിൽ നിങ്ങൾ ആ പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കുമ്പോൾ ആ പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് മുകളിലത്തെ പ്രിവ്യൂ പാനൽ കാണാം. അല്ലാതെ ടോട്ടൽ ഇതോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങോ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിവ്യൂവിൽ വരില്ല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലിപ്പ് സെലക്ട് ചെയ്ത് അതിൽ കർസർ കൊണ്ട് ക്ലിക്ക് ചെയ്താലും അത് കണ്ട, അതിപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്താലും അതല്ല കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഹെഡ് ഇരിക്കുന്നത് വേറെ ക്ലിപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് പ്രിവ്യൂ വേണ്ടത് ആ പർട്ടിക്കുലർ പോയിന്റിൽ പ്ലേ ഹെഡ് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും എൻഡിലാണ് പ്ലേ ഹെഡ് ഇരിക്കുന്നത്. ലാസ്റ്റ് ക്ലിപ്പിൻ്റെ എൻഡിൽ കണ്ട, ലാസ്റ്റ് ക്ലിപ്പിൻ്റെ എൻഡിൽ. അപ്പോൾ ആ ഫ്രെയിമാണ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഉണ്ട് ആ പ്ലേ ഹെഡ് ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തെടുക്കാം. സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുകയോ. ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്ന അതനുസരിച്ച് നിങ്ങളുടെ പ്രിവ്യൂ വിൻഡോയിൽ മാറുന്നുണ്ടോ, ചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഏത് പൊസിഷനിൽ ഏത് ക്ലിപ്പ്, ഫസ്റ്റ് ക്ലിപ്പിൻ്റെ അവിടെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം മുകളിലൊരു ടൈമർ കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, സെക്കൻഡ്സ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ഹെഡ് ഓട്ടോമാറ്റിക് അങ്ങോട്ടേക്ക് മൂവ് ആവും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ടതില്ല, ഒരുപാട് ടൈം എടുക്കും. ആ പർട്ടിക്കുലർ ടൈമിൽ ഇപ്പം 0.3, 0.5 എവിടെയാണോ നിങ്ങൾക്ക് പ്രിവ്യൂ വിൻഡോ കാണേണ്ടത്, അല്ലെങ്കിൽ എവിടെ തൊട്ടാണോ പ്ലേ നിങ്ങൾക്ക് വരേണ്ടത് പ്രിവ്യൂ, അവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഫ്രെയിം നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പം ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, ആ പ്ലേ ഹെഡ് അവിടെ വന്നു. ആ പോയിന്റിലുള്ള ഫ്രെയിമാണ് ഇപ്പം പ്രിവ്യൂ വിൻഡോയിൽ കാണുന്നത്. ഇനി അവിടെ തൊട്ടുള്ള പ്ലേ ആയിരിക്കും നമുക്ക് പ്രിവ്യൂവിൽ കിട്ടുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഓർക്കുക,
നിങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പ്ലേ ഹെഡ് വെച്ചിട്ട് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണുന്നത് വേറെ ആയിരിക്കും, സെലക്റ്റഡ് പോർഷൻ വേറെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പ്രിവ്യൂ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ ഹെഡ് അത് മസ്റ്റായിട്ടും അവിടെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ അതേ ആ കൺസേൺഡ് പോയിൻറ്റിലുള്ള ഇത് സീൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് മുകളിലൊരു ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിൽ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ്, ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അതിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പോൾ ടൈറ്റിൽ വേണം, അതിൽ അനിമേഷൻ, നിങ്ങൾ വെറുതെ അതിൽ കർസർ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ എന്താണ് അനിമേഷൻ, എങ്ങനെയാണ് ടെക്സ്റ്റ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രിവ്യൂ അതിൽ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട, വെറുതെ നിങ്ങൾ ആ കർസർ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വെറുതെ വെച്ചാൽ മതി. പുറത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിലൊരു ഓപ്ഷൻ. ഇനി അതിൽ നിങ്ങൾക്ക് വേണ്ട, ഇപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് ക്ലിക്ക് ചെയ്ത് അത് വന്നു. എന്നിട്ട് അത് നിങ്ങൾ അതിൽ ഡ്രാഗ് ചെയ്ത് ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് കാണേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. കണ്ടല്ലേ, ഇപ്പോൾ എനിക്ക് ബിഗിനിങ്ങിലാണ്, ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വരേണ്ടതെങ്കിൽ നിങ്ങൾ ആ ക്ലിപ്പിൻ്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ അത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രിവ്യൂ പാനൽ കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഹെഡ് ഇപ്പോൾ ഇരിക്കുന്നത് വേറെ പൊസിഷനിലാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ടെക്സ്റ്റ് ഇപ്പം എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം അത് ഫസ്റ്റ് സെലക്ട് ചെയ്യണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് സെലക്ട് ആവും. അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ വരും. കണ്ടോ, ഇപ്പോൾ അത് മാറിയതുണ്ട്. റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ്, ഫോണ്ട്, സൈസ്, ടെക്സ്റ്റ് കളർ, ബോർഡർ കളർ, പൊസിഷൻ. നമ്മളിപ്പം ഡ്രാഗ് ചെയ്ത് അതിൽ എന്തൊക്കെയാണോ ടെക്സ്റ്റ്, പക്ഷേ അത് നമുക്ക് അത് കണ്ടുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേ ഹെഡ് ഡ്രാഗ് ചെയ്ത് ആ ടെക്സ്റ്റ്, ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ആ ടെക്സ്റ്റ് വയ്ക്കുന്ന ആ ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവയ്ക്കുക. അതിൻ്റെ ഒരു എൻഡിൽ വയ്ക്കരുത്, കാരണം എൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ബിഗിനിങ്ങിലോ എൻഡിലോ വയ്ക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്ന സമയത്തുമാണ്. കണ്ടില്ലേ, അപ്പോൾ ആനിമേഷൻ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. അത് സ്റ്റാർട്ടായി കുറച്ച് കഴിയുമ്പോൾ അത് എൻഡായി പോകും. അപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രിവ്യൂ കിട്ടില്ല. അപ്പം നമ്മൾ ആ പ്ലേ ഹെഡ് കറക്റ്റും ഏകദേശം മിഡിലായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പം നമുക്ക് ആ സ്ക്രീനിൽ അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ കറക്റ്റ് എന്താണോ ടെക്സ്റ്റ് കാണിക്കുന്നത് അത് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ആ ടെക്സ്റ്റ് ബോക്സിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സിൽ അത് എഡിറ്റ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിവ്യൂ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് എഡിറ്റ് ആവുന്നതെന്നുള്ളത്. ഇൻ കേസ് പ്ലേ ഹെഡ് ഇല്ല, നിങ്ങളല്ലാതെ എഡിറ്റ് ചെയ്യണമെങ്കിലും ചേഞ്ച് ആവും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആനിമേഷൻ. കുറച്ചുകൂടെ ഒരു പ്രിവ്യൂ കണ്ട് ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കൺഫർമേഷനായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് ടൈപ്പ് ചെയ്തു. പൂൾ ഹോട്ടൽ എന്ന് പറഞ്ഞൊരെണ്ണം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാൻ താഴെ അതിൽ ഡിഫോൾട്ടായിട്ട് കുറേ ഫോൺസ് തന്നിട്ടുണ്ട്. ചില ഫോൺസ് കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത്യാവശ്യം നല്ല ഫോണ്ടൊക്കെ ഇതിനകത്ത് ഫ്രീ ആയിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുവിധം ഞാൻ നോക്കിയിട്ട് നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മിക്ക ഫോൺസും ഒരു പ്രൊഫഷണൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പിടിക്കുന്ന രീതിയിലുള്ള ഫോൺസ് വരെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുക. പിന്നെ അതിൽ അതിൻ്റെ താഴെ തന്നെ സൈസ് ഉണ്ട്. നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കുക. അപ്പം അത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ ടെക്സ്റ്റ് കളറുണ്ട് താഴെ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ കളറ് അതേപോലെ ബോർഡറിൻ്റെ കളറ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് തൊട്ട് താഴെ തന്നെ. അപ്പം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആ ഇഷ്ടമുള്ള കളറ് ഇതിൽ സെലക്ട് ചെയ്യാം. കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് ചേഞ്ച് ആയി വരും പ്രിവ്യൂ പാനലിൽ. പക്ഷേ ഇതിലൊരു
ഇത് ഈ ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പം പൊസിഷൻ നമുക്ക് വെക്കുന്നത് ഡിഫോൾട്ടായിട്ട് ചില പൊസിഷൻസ് അത് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ സെൻറ്ററിലാണ് നമുക്ക് ടോപ്പ് റൈറ്റ് സൈഡാണ് വേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ആണെങ്കിൽ അത് ഓരോ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിക്കോളും. അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈവൻ കുറച്ചുകൂടെ ഫർദർ കോർണറിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ സെൻറ്ററിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ വേണം, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ അത്ര ഓപ്ഷൻസ് ഇല്ല. ഇതിൽ നിങ്ങൾക്ക് ആ കൊടുത്തിരിക്കുന്ന സെൻറ്റർ ഓരോ പൊസിഷനെ ക്ലിക്ക് ചെയ്യുന്ന അത് മാത്രമേ ഡിഫോൾട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു ലിമിറ്റേഷനാണ്. പക്ഷേ ബേസിക് എഡിറ്റേഴ്സിനൊക്കെ ഇത് വളരെ ധാരാളമാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പം ഓഡിയോ, നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഓഡിയോ വേണ്ട അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് താഴെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഓഡിയോ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അതിനകത്ത് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഓഡിയോ, ബാക്ക്ഗ്രൗണ്ട് നോയ്സോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഓഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. അതേപോലെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഉണ്ട് ഓഡിയോ ഓപ്ഷനിൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നിങ്ങൾ ഫെയ്ഡ് ഇൻ ചെയ്യുകയാണെങ്കിൽ അത് മ്യൂസിക് വളരെ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഗ്രാജ്വലി അതിൻ്റെ വോളിയം ഇൻക്രീസായി നോർമൽ ലെവലിൽ വരും. പിന്നെ ത്രൂ ഔട്ട് ക്ലിപ്പ് ഒരേ ലെവലിലായിരിക്കും. ലാസ്റ്റ് അത് എൻഡ് ചെയ്യുന്ന സമയം ഒരു 0.5 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ അത് പതുക്കെ ഫെയ്ഡ് ഔട്ടായി തുടങ്ങും. എൻഡ് ചെയ്യുന്ന സമയം ടോട്ടലി സ്ലോ ഒരു ഇതായിട്ട് അങ്ങ് എൻഡ് ചെയ്യും. ഒരു കർവി ഇതിൽ എൻഡ് ചെയ്യും. നമുക്കൊരു സഡൻ സ്റ്റാർട്ടോ സഡൻ എൻഡോ ആയിരിക്കില്ല. പിന്നെ അതുപോലെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷനുണ്ട്. അപ്പോൾ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്ക് മാറ്റാൻ പറ്റും ഈ ക്ലിപ്പിൻ്റെ. അതിപ്പം വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നമ്മൾ സെയിം ഇത് തന്നെയാണ്, ഫങ്ഷൻ തന്നെയാണ്. അതിൻ്റെ നിങ്ങൾക്കൊരു ഇപ്പം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഗ്ലൂമി എഫക്റ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബോൾഡ് ആൻഡ് ബ്ലൂ എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓവർ എഫക്റ്റോ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് അതിൻ്റെ ഒരു കളറും ഒരു ഇതും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കുറേ എഫക്ട്സ് ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡാണ്. ചില ഒരു 8-10 ചെറിയ ചില എക്സ്ട്രീം എഫക്ട്സ് മാത്രം അവർ പെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ നോക്കിയെടുത്തോളം നിങ്ങൾ പേ ചെയ്യാതെ തന്നെ നിങ്ങൾക്കൊരു 70-80% നിങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ടുള്ള നല്ല എഫക്ട്സ് ഇതിനകത്തുണ്ട്, ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതിൽ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ക്ലിപ്പിൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കും. പ്രിവ്യൂ ഇതിൽ ചേഞ്ച് ആകുന്നതുകൊണ്ട് അതിൽ ഒരു ബ്ലൂയിഷ് ടിൻറ്റ് വന്നു, ചിലത് കുറച്ച് യെല്ലോയിഷ് ആയിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ക്ലിപ്പിന് സ്യൂട്ട് ആവുന്നത് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിന് താഴെ സെലക്ട് ചെയ്തതിന് താഴെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഒന്നും കിട്ടില്ല. അതായത് ഇപ്പം പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുള്ള ഡാവിൻസി റിസോൾവിലുള്ള പോലുള്ള മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഒൺലി എഫക്റ്റ് അപ്ലൈ ചെയ്യുക, അതിനെ കൂട്ടുക കുറയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പല ഫീച്ചേഴ്സ് ഇത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വലായിട്ട് കമ്പോണൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഉള്ളൊരു ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ എഫക്ട്സ് ഉണ്ടാവും. അതിപ്പോൾ നമുക്കൊരു വീഡിയോ ഇതിലിങ്ങനെ റൗണ്ട് ചെയ്ത് വരണം, അല്ലെങ്കിൽ സ്പിൻ ചെയ്ത് വരണം, ഇൻട്രൊഡക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സിനിമാറ്റിക്കായിട്ട് ചില ഇതുണ്ടാകണം, ചെറിയൊരു പൾസ് വരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയൊരു എഫക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതും ഡിഫോൾട്ടായിട്ട് കുറേ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്യാം.
ഇപ്പോൾ ഒരു എഫക്റ്റും വേണ്ടാന്നുണ്ടെങ്കിൽ നണ്ണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിഫോൾട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ഫയലായിരുന്നത് അതിലേക്ക് പോകും. ഇതിൽ ഒരുപാട് ഇഷ്ടംപോലെ ഇഫക്ട്സും എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ തോന്നുന്നത്, നിങ്ങളുടെ വീഡിയോ ഫയലിന് സ്യൂട്ടബിളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നത് അത് മാത്രം ആഡ് ചെയ്യുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനായിട്ട് ഒരു സെക്ഷനുണ്ട്. അതിൽ നിങ്ങളുടെ എക്സ്പോഷർ, അതായത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ സാച്ചുറേഷൻ, കളർ സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും, കളറിൻ്റെ ടെമ്പറേച്ചർ, ടിൻറ്റും അതേപോലുള്ള ഇത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രറ്റി ബേസിക് ഓപ്ഷൻസാണ്. ഇത് നിങ്ങൾക്ക് മീൻസ് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലുള്ള ഒരു മിനിമൽ എഡിറ്റിങ്ങിനൊന്നും പറ്റില്ല. ചെറിയ മൈന്യൂട്ടായിട്ട് അതിൽ തന്നിരിക്കുന്ന സെറ്റിങ്സ്, അതായത് വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ക്ലിപ്പിന് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂട്ടണമെങ്കിൽ, പക്ഷേ അതും ലിമിറ്റഡ് ആണ്. അതിൽ തന്നിട്ടുള്ള ചില ഓപ്ഷൻസ് ഉണ്ട്. 2x, 4x, 16x, പിന്നെ അതുപോലെ 0.1x, അത്രയും ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫ്രെയിംസ് റേറ്റ് വെച്ചിട്ടൊന്നും ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസിൽ അവൈലബിൾ ഉള്ളൂ. പക്ഷേ ബേസിക്കായിട്ടൊരു നോർമൽ ഒരു സ്ലോ മോഷൻ ആക്കാൻ പറ്റും, ഒരു 1 സ്റ്റെപ്പ് സ്ലോ മോഷൻ. അതേപോലെ ഇച്ചിരി ഒരു ഫാസ്റ്റ് ഫോർവേഡിൽ ക്ലിപ്പ് റൺ ചെയ്യാൻ പറ്റും അതിൽ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഇതിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിപ്പിൻ്റെ സ്പീഡ് ചേഞ്ച് ഓപ്ഷനുണ്ട്. പക്ഷേ ബേസിക്കാണിത്, പ്രത്യേക ബേസിക് ബിഗിനറിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ യൂസുമാണ്. നിങ്ങളിതിൽ പല സ്പീഡും ചെക്ക് ചെയ്ത് നോക്കുക, എഡിറ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇനിഷ്യലി ഒരു ക്ലിപ്പ് ലോഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കുക ഓരോന്നായിട്ട്. അപ്പോഴും നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, വർക്കൗട്ട് ആവുന്നത്. ഓരോന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നീട് ഗ്രാജുവലായിട്ട് അത് സ്യൂട്ടബിളായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേജ് അഡ്വാൻസ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത്ര വരും, ഇത്ര ഫ്രെയിംസിൽ ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഹയർ ഫ്രെയിം റേറ്റ് ഉള്ളതിന് എങ്ങനെ സ്പീഡ്, അതൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇതാണ്. പ്രൊഫഷണൽ എഡിറ്റിംഗ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചു പോവുക. അപ്പം ഒരു തുടക്കക്കാരനാണ്, നിങ്ങൾ ജസ്റ്റ് ഫോണിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു DSLRൽ ബേസിക്കായിട്ട് സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്ലിപ്സ് ഇതൊക്കെ വെച്ചിട്ട് പഠിക്കാനുള്ള ഒരു ബേസിക് ഒരാളുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് പറ്റിയൊരു സോഫ്റ്റ്വെയറാണിത്. നിങ്ങൾ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഡാവിൻസി റിസോൾവ് മറ്റേതിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടി. നിങ്ങൾ ആദ്യമേ തന്നെ അത് പേടിച്ചു പോകും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം പലരും പറയുന്നത് വല്ല അഡ്വാൻസ്ഡ് കോഴ്സസും കാര്യങ്ങളൊക്കെയാണ്. ആരും ബേസിക്കിൽ നിന്ന് തുടങ്ങുന്ന വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. പക്ഷേ അത് നിങ്ങൾ കുറേ പഠിച്ച് ഇങ്ങനെ ഗ്രാജ്വലി വന്ന് അതിനെക്കാട്ടിയും ബെറ്റർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചാണ്. ഇത് ബേസിക്കാണ്. എപ്പോഴും ബേസിക്കിൽ നിന്ന് തുടങ്ങുക. ഇതിൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് എഫക്ട്സ് ഒക്കെ ഇട്ട് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് പിന്നെ വരുന്നതല്ല. അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോള്യൂം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നോയ്സ് സെപ്പറേഷനുണ്ട്. നിങ്ങൾ ആഡ് ചെയ്ത ഓഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സെപ്പറേറ്റ് ഓഡിയോ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് മറ്റേ ഫെയ്ഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫെയ്ഡിങ് ഫെയ്ഡ് ഔട്ട് നിങ്ങളുടെ വോയിസ് കൂട്ടുക, അല്ലെങ്കിൽ ഒരു വേറൊരു ഓൾട്ടർനേറ്റീവ് BGM ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് കുറച്ച് കുറയ്ക്കുകയോ, അല്ലെങ്കിൽ BGMൻ്റെ വോള്യൂം കുറയ്ക്കുകയോ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങളെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ സ്യൂട്ടബിൾ ഒരു എഡിറ്റിംഗ് പോർഷൻ, അതനുസരിച്ച് നിങ്ങളുടെ സൗണ്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളുടെ ഓൺ സൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് കൂടാതെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് കുറേ ഇത് കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് അത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സെപ്റ്റ് ഈ ഒരു ഡയമണ്ട് ഉള്ള ക്ലിപ്സ് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്ത് കേൾക്കാം, പക്ഷേ അത് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതേ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ വേറെ ഒന്നുമല്ല. അതിൽ നിങ്ങൾക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, ഓവർ അഡ്വാൻസ്ഡ് അല്ല, ചെറിയ ലിമിറ്റേഷൻ. അതായത് 2K അതേപോലെ തന്നെ 4K വീഡിയോ പ്രോസസ്സ് ചെയ്യാനായിട്ടും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തരും. പിന്നെ അതുകൂടാതെ ഇതേപോലുള്ള കുറച്ച് ബെറ്റർ ആയിട്ടുള്ള 1-2 ഓപ്ഷൻസ്, ഇപ്പോൾ മ്യൂസിക് ആയാലും അതേപോലെ നിങ്ങളുടെ എഫക്ട്സ് ആയാലും അതിനകത്ത് ചില
ഓപ്ഷൻസ് കുറച്ച് അഡീഷണലായിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ബേസിക് എഡിറ്ററെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ മാത്രം നിങ്ങളൊരു ഇമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്യുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആദ്യം ചെറിയ ചെറിയ ക്ലിപ്സിൽ നിന്ന് തുടങ്ങുക. ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു 4 or 5 ക്ലിപ്സ് എടുത്ത് ആഡ് ചെയ്ത് ടൈം ലൈനിൽ, എന്നിട്ട് അതിൽ ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ച പോലെ ട്രാൻസിഷൻസും സൗണ്ടും എഫക്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓരോന്നായിട്ട് പഠിക്കുക. അതിനിടയ്ക്ക് നിങ്ങളുടെ ഫ്രെയിംസ് ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പം ഞാനിപ്പം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എൻ്റെ PC കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഈ ബഫറിംഗ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നത്. അതായത് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയം എടുക്കുന്ന ടൈമാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഒരു പ്രിവ്യൂ വിൻഡോയിൽ ഞാനിപ്പം ക്ലിപ്പ് ആഡ് ചെയ്തു. അതിനകത്ത് ബാക്കിയുള്ള എഡിറ്റിങ്ങിനുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്തു, പിന്നെ അതിലൊരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം നിങ്ങളുടെ കുറച്ച് ഫാസ്റ്റർ സിസ്റ്റമാണ് PC, അഡ്വാൻസ്ഡ് ഇതൊക്കെ ഉള്ള PC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബഫറിങ് വരില്ല. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, വളരെ ഫാസ്റ്റായിരിക്കും. ഇതിപ്പോൾ എൻ്റെ 4th ജനറേഷൻ ഓൾഡർ PC ആയതുകൊണ്ടാണ് ഇത് കുറച്ചൊരു ലാഗിങ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ചെയ്യാം, ഇത്രയ്ക്ക് ലാഗൊന്നും വരില്ല. ഇപ്പോൾ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ വോയിസോ അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന BGM ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു സിസേഴ്സിൻ്റെ പടം വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനിൽ കൊണ്ടുവന്നിട്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന ടൈം ലൈൻ വെച്ച് എഡിറ്റ് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ നിങ്ങളിപ്പം ഫ്രീ സ്പേസ് ആണ്, എംപ്റ്റി സ്പേസ് 2 ക്ലിപ്പിൻ്റെ ഇടയ്ക്കാണ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ വെറുതെ ആ കർസർ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബിന്നിൻ്റെ പടം വരും. ആ ബിന്നിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അത് ഡിലീറ്റ് ചെയ്ത് പോകും. ആ ഗ്യാപ്പ്, ഡിലീറ്റ് ദിസ് ഗ്യാപ്പ്. നിങ്ങളല്ലാതെ വേറെ ഫിസിക്കൽ കീ ഒന്ന് യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട. അതിൽ തന്നെ ഓപ്ഷനുണ്ട്, വളരെ സിമ്പിളാണ്. എല്ലാ ഇതിലും അതുപോലെയാണ്. നിങ്ങൾ എംപ്റ്റി സ്പേസ് ഇടയ്ക്ക് വരികയാണ് 2 ക്ലിപ്പിൻ്റെ ഇടയ്ക്കെങ്കിൽ നേരെ അവിടെ കർസർ കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിലിങ്ങനെ ഡിലീറ്റ് ദിസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ താഴെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ഈ സ്ക്രീനിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ ഇതിൻ്റെ പാൻ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്, സ്ക്രീൻ അതിൻ്റെ എല്ലാം താഴെ ഓപ്ഷൻസ് ഉണ്ട്. ഡ്രാഗ് ചെയ്ത് മ്യൂസിക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എല്ലാ ക്ലിപ്പിലേക്കും വേണമെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോവുക. അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതിലൊരു ലാസ്റ്റ് അത് ഓട്ടോമാറ്റിക് അതിങ്ങനെ ക്ലിപ്പായിക്കോളും. നിങ്ങൾ കറക്റ്റ് എൻഡ് തന്നെ നോക്കണ്ട. ഏകദേശം എൻഡ് വരുമ്പോൾ തന്നെ അതിലൊരു ലൈൻ വന്ന് അതിൽ ടൈം കാണിക്കും. കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് തിരിച്ച് അതിലേക്ക് മുകളിലുള്ള ക്ലിപ്പിൻ്റെ അതിലേക്ക് ഓഡിയോ ഫയൽ കൊണ്ടുവരുമ്പം അത് ലെവൽ ചെയ്തോളും. ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണാൻ പറ്റും. അപ്പം ഇതാണ് നിങ്ങളുടെ എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന ഏരിയ. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ക്ലിപ്പിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവായിട്ട് വരികയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. മുകളിൽ ടൈം ലൈൻ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് വേണ്ട, നോയ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പീക്കറിൻ്റെ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഒരു ഇൻഡു മാർക്ക് വരും സ്പീക്കറിൻ്റെ. അതിൽ ആ ക്ലിപ്പിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഇത് സ്റ്റോപ്പ് ആവും. ഇൻബിൽട്ട് ആയിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് കട്ടാവും. പകരം നിങ്ങൾ അടുത്ത ഏതാണോ ആഡ് ചെയ്യുന്നത് അതായിരിക്കും പിന്നെ പ്ലേ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു 50% ഇട്ടിട്ട് മറ്റേ നിങ്ങളുടെ ഒരു BGM കൊടുത്ത് അതും ഒരു 40% 50% ആക്കിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും.
അതെങ്ങനെയാണോ നിങ്ങൾ അതിനകത്ത് സ്യൂട്ടബിളായിട്ട് നിങ്ങളിത് ആഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസിൽ വരുന്ന കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയം നോക്കുക കറക്റ്റായിട്ട്. ഫ്രെയിം ബൈ ഫ്രെയിമാണ്. ഇതിപ്പം ബഫറിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ബഫറിങ് കാണുന്നത്. അല്ലാതെ ഫാസ്റ്റ് സിസ്റ്റത്തിൽ ഇത്രയ്ക്ക് ഒരു ലാഗ് വരില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രെയിംസ് കവറായി പോവും. ഓരോ ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിം ഇങ്ങനെ മാറിപ്പോവും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം ആ പ്ലേ ഹെഡ് പിടിച്ചിട്ട് കുറച്ചൊന്ന് അങ്ങോട്ട് ചെക്ക് ചെയ്യുക. ഓരോ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവച്ച് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ആ വീഡിയോ ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എഫക്റ്റ് എങ്ങനെയാണ് അതിൽ ആഡ് ആയിരിക്കുന്നത്, സൗണ്ട് എങ്ങനെയാണ് ആഡ് ആയിരിക്കുന്നതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്ലേ ഹെഡ് വെച്ച് നോക്കുക. അല്ലെങ്കിൽ കുറച്ച് പ്ലേ ഹെഡ് അതിൻ്റെ ബിഗിനിങ്ങിൽ കൊണ്ടുവച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് അത് കറണ്ട് ഫ്രെയിം അല്ലെങ്കിൽ അതെങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മിഡിൽ ഇപ്പോൾ ഞാനിപ്പോൾ ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ 2 ക്ലിപ്പിൻ്റെ മിഡിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഐക്കൺ വരും ഇവിടെ, ട്രാൻസിഷൻ്റെ ഐക്കണാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ റൈറ്റ് സൈഡിൽ ട്രാൻസിഷൻ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ക്രോസ് ഫെയ്ഡോ അല്ലെങ്കിൽ ബേൺ, ഫെയ്ഡ് ത്രൂ, ബ്ലാക്ക്, ക്രോസ്, ബ്ലർ, പലതരത്തിൽ. ചിലത് അതിൽ തന്നെ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ട്രാൻസിഷൻ വർക്കൗട്ട് ആവുന്നതെന്ന്. അതിൽ ജസ്റ്റ് അതിൻ്റെ ആ കർസർ വെക്കുമ്പോൾ തന്നെ അതിൽ ഡിഫോൾട്ടായിട്ട് കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അപ്ലൈ ആവും. ആ ഏരിയയിലേക്ക് അപ്ലൈ ആയി കഴിയും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും അതിൽ. അപ്പോഴത്തേക്കും അത് നോക്കിയിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ്റെ ടൈം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാ ട്രാൻസിഷനും എല്ലാ ക്ലിപ്സിലും ചിലപ്പോൾ പറ്റുമെന്ന് വരില്ല. ക്ലിപ്പിൻ്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് ചില ട്രാൻസിഷൻ സൂട്ടാവില്ല, ചിലത് പെട്ടെന്ന് കവറായി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ട്രാൻസിഷൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്ലിപ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഗ്യാപ്പിൽ ആദ്യം അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഇൻ കേസ് ആ ട്രാൻസിഷൻ നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് വേറെ ട്രാൻസിഷൻ കൊടുക്കുക. ഒരുപാട് ഫ്രീ നല്ല ട്രാൻസിഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് ഈ പ്രോസസ്സർ ഇച്ചിരി ഓൾഡർ ഇതായതുകൊണ്ട് അത് ബഫറിങ് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ ട്രാൻസിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഡിലീറ്റ് ദിസ് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് പോകും. പിന്നെ നിങ്ങൾക്ക് വേണ്ട സ്യൂട്ടബിളായിട്ട് എങ്ങനെയാണോ റിക്വയർഡ് ആയിട്ടുള്ളത് അതനുസരിച്ചുള്ള ട്രാൻസിഷൻസ്, എഫക്ട്സ്, ടെക്സ്റ്റ്, വോയിസ് എല്ലാം ഇതിനകത്ത് വളരെ സ്മൂത്തായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി എവിടെയെങ്കിലും ഏരിയ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം ബേസിക് എഡിറ്റിങ്ങിന് വളരെ സ്മൂത്താണ്. ഇത് പഠിക്കാനായിട്ട് ഇത് ഒരു ബേസിക് എഡിറ്ററെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പം പഠിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഒരു ബിഗിനറിന് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കൺട്രോൾസ് മാത്രമേ ഉള്ളൂ ഇതിൽ. എന്നിട്ട് ഒരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ഫൈനൽ നമ്മൾ റെൻഡറിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് എക്സ്പോർട്ട് ചെയ്ത് ഫൈനൽ വീഡിയോ ഒറ്റ സെറ്റ് ആക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഇത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റൊക്കെ ഓക്കെ ആണോ, ഇതിൻ്റെ സൗണ്ട് ഓക്കെ ആണോ, അതേപോലെ റെൻഡറിങ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാൻസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആണോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില ടെക്സ്റ്റോ അല്ലെങ്കിൽ ചില ഫോട്ടോയോ അല്ലെങ്കിൽ ചില ഇൻക്ലൂഡഡ് ഇതോ ഇടയ്ക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും അൺഈവനായിട്ട് കിടക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കണം, അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ റെൻഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെയുള്ള സംഭവം അതിനകത്ത് കയറി വരും. അപ്പോൾ ആ വീഡിയോ പിന്നെ റെൻഡർ ചെയ്ത് യൂസ്ലെസ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പ്രിവ്യൂ ചെക്ക് മസ്റ്റാണ് വേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കൗണ്ട് ഡൗൺ ടൈമർ ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഡിഫോൾട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈമർ അതിനകത്ത് കാണിക്കും. അത് ഒരു പ്രിവ്യൂ പോലെ വരുന്നതാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടൈമർ വരും, അത് കൗണ്ട് ഡൗൺ ചെയ്യും. പിന്നെ കൗണ്ട് അപ്പ് വേണമെങ്കിൽ ചെയ്യാം. അതിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം,
ഫുൾ വീഡിയോയിലേക്ക് കൗണ്ട് ഡൗൺ ഏതാണോ നിങ്ങൾ ആഡ് ചെയ്ത എഫക്റ്റ്, അത് ഇപ്പം ഫുൾ ക്ലിപ്പ് എല്ലാ ക്ലിപ്പും ചേർത്ത് എൻഡ് വരെ വേണമെങ്കിൽ നിങ്ങൾക്കത് ഡ്രാഗ് ചെയ്ത് എൻഡ് വരെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു പോർഷൻ വരെ മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് ആഡ് ചെയ്യാം ടൈമർ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ആ പ്രിവ്യൂ പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത പോയിൻ്റ് ടോട്ടൽ ടൈം അതിനകത്ത് കാണിക്കുന്നുണ്ട്. മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രിവ്യൂ പാനൽ നോക്കിക്കഴിഞ്ഞാൽ 32-35. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് കണ്ടു, അതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ഫോണ്ട് മാറ്റാം. ഏതാണോ ഫോണ്ട് നിങ്ങൾക്ക് താല്പര്യം അതേപോലെ ചേഞ്ച് ചെയ്യാം. സൈസ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് മൈനറായിട്ട് മതിയെങ്കിൽ അത് ചെയ്യാം, വലുതാക്കണം, അങ്ങനെ ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ടെക്സ്റ്റ് കളറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എവിടെയാണോ നിങ്ങൾക്ക് ടൈമർ വേണ്ടത് ആ പോർഷൻ ക്ലിക്ക് ചെയ്ത് അതിലോട്ട് മാറ്റാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. കൗണ്ട് അപ്പ് ചെയ്യാം, ഷോ മിനിറ്റ്സ്, ഷോ സെക്കൻഡ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം ഏത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഫർദർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. അതിലുള്ള എങ്ങനെയാണ് അതിൻ്റെ അനിമേഷൻ, അതിലെന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതിൽ അനിമേഷനിൽ എന്തൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് സിംപ്ലി ആഡ് ചെയ്യുന്നത് മാത്രമല്ല, അതിൽ പിന്നെ ഫർദർ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ അതിലേക്ക് കുറച്ച് എഡിറ്റിങ് കൂടെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സ്യൂട്ടബിൾ ഇതിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പതുക്കെ സ്ലോ ആയിട്ട് പറയുന്നതുകൊണ്ട് ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചൊന്ന് ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ചൊന്ന് 2-3 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ എക്സ്പേർട്ടാവും. പിന്നെ വളരെ പെട്ടെന്ന് ആഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പിന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് വേണമെന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ എക്സ്പോർട്ടാണ്. അതാണ് റെൻഡർ ചെയ്യുന്ന ഫേസ്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് 480p, 720p, 1080p അങ്ങനെ 3 ഓപ്ഷൻസ് കിട്ടും. 4K വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പെയ്ഡാണ്. GIF-ഉം 4K ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കത് പെയ്ഡ് ഓപ്ഷനാണ്, നിങ്ങൾ പൈസ കൊടുക്കണം. 1080p വരെയുള്ള 3 ഓപ്ഷൻ, 480, 720, 1080p 3 ഫ്രീ ആണ്. അതിൽ മാക്സിമം 1080pയിൽ റെൻഡർ ചെയ്യുക. സൈസ് കുറച്ച് വലുതായിരിക്കും ഫയൽ സൈസ്, പക്ഷേ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ളത് 1080p ആണ്. 720pയും അത്യാവശ്യം മോശമില്ലാതെ നിങ്ങൾക്ക് കുറച്ച് സൈസ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ പെട്ടെന്ന് എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ 720p സെലക്ട് ചെയ്യുക. 480p എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ഒരു ഓപ്ഷനാണ്, അത് എടുക്കാതിരിക്കുക നല്ലത്. ഞാനിപ്പോൾ 1080pയിലേക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് അത് പോകും. അപ്പോൾ അതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഡൗൺലോഡ്സിനകത്തോട്ട് ഇത് സേവ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അത് കൂടാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. സേവ് ടു വൺ ഡ്രൈവ്, സേവ് ടു ഗൂഗിൾ ഡ്രൈവ്, യൂട്യൂബ് അപ്ലോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെൻഡർ ചെയ്തതിന് ശേഷം ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഇതിപ്പോൾ റെൻഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഫ്രെയിമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, പതുക്കെ മൂവ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇതിപ്പം പ്രോസസ്സർ പഴയതായതുകൊണ്ടാണ്, ലാപ്ടോപ്പ് പഴയതായതുകൊണ്ടാണ് ഇത് ഇത്രയും സമയം എടുക്കുന്നത്. ആ ഫ്രെയിം കണ്ടില്ല ചേഞ്ച് ആവുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ പ്രിവ്യൂവിൽ അതിൽ മിനി എക്സ്പോർട്ട് ട്രാക്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ടൊരു ഇത് ഓപ്പണായി വരും. അതിലും വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. പ്രിവ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്തിട്ടാലും അത് ആയിക്കോളും. ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺടൈറ്റിൽഡ് വീഡിയോ, അതിന് താഴെ റെൻഡറിങ്ങിന് എത്ര % കാണാൻ പറ്റും, എത്ര % വീഡിയോ റെൻഡർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം വളരെ പ്രോസസ്സർ സ്ലോ ആയതുകൊണ്ട് വളരെ സ്ലോലിയാണ് അത് റെൻഡർ ചെയ്യുന്നത്. ഫാസ്റ്റർ സിസ്റ്റമൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇത് റെൻഡർ ചെയ്തു. ഇപ്പം ഞാനിപ്പം കുറച്ച് ഫോർവേഡ് പോവുകയാണ്. അപ്പം പെട്ടെന്ന് ഇത് റെൻഡർ ചെയ്ത് കഴിയും. അൺടൈറ്റിൽഡ് വീഡിയോ മെയ്ഡ് വിത്ത് ക്ലിപ്പ് ചാം നിങ്ങളുടെ സേവ് ആയി സൈസ് കാണിക്കും. അതിൽ സേവ് ടു യുവർ കമ്പ്യൂട്ടർ ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഇത് സേവ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഡൗൺലോഡിൽ. അല്ലാതെ തന്നെ ഇത് സേവായി വരും. ഡൗൺലോഡ്സിൽ ഓൾറെഡി സേവ് ആണ്. നിങ്ങൾക്കെല്ലാം വേറെ എവിടെയെങ്കിലും എക്സ്ട്രാ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയും ഒന്നുകൂടെ വേണമെങ്കിൽ സേവ് ചെയ്യാം. ആ സേവ് ടു യുവർ കമ്പ്യൂട്ടർ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യും. അതിൽ സൈസും അതിൻ്റെ ലെങ്ത്തും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ റെൻഡറിങ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഇത് നമുക്ക് സേവ് ആയിട്ടുണ്ട്. മൈ PC-യിൽ കമ്പ്യൂട്ടറിൽ പോവുക, അതിൽ അൺടൈറ്റിൽഡ് മെയ്ഡ് വിത്ത് ക്ലിപ്പ് ചാമ്പ് അല്ല ഫയൽ കാണും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
കണ്ട ഇതാണ് ആ റെൻഡറിങ്. അതിപ്പോൾ കുറച്ച് ഫ്രെയിംസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, കാരണം ഇത് PC സ്ലോവർ ആയതുകൊണ്ടാണ്. കുറച്ച് ഫാസ്റ്റർ PC ആകും. കണ്ട കളറൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് വീഡിയോയിൽ നമ്മുടെ ആ ഇട്ട എഫക്ട്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. സൈഡിൽ കണ്ട ടൈമർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൗണ്ട് ഡൗൺ ടൈമർ കാണിക്കുന്നുണ്ട്. ആ ഒരു ടിൻറ്റ് ഫീച്ചർ അതിൽ വന്നിട്ടുണ്ട് വീഡിയോയിൽ. നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ആ എഫക്റ്റ് അതിൽ അപ്ലൈ ആയിട്ടുണ്ട്. മ്യൂസിക്, അതേപോലെ ടെക്സ്റ്റ്, മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇതിൽ വരും. ഇതിപ്പം എല്ലാം ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിനകത്ത് 2 ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് 2ാമത്തെ ക്ലിപ്പാണ്. വളരെ സ്മൂത്താണ്, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.